അയാൾ അപ്പൊ നമ്മൾ നേരത്തെ ആളും കളിച്ചൊന്നുമില്ല. അപ്പൊ നോക്കാണത് തട്ട് എടുത്താണ്ട് പോകും. 1, 2, 3 തട്ട് ഇത് ബോഡി പാർട്ട്. അങ്ങനെ ഫ്രോക്കിന്റെ കട്ടിങ് ആണ് കളിക്കാൻ പോകുന്നത്. കൈ ഇല്ല, സ്ലീവ്ലെസ് ആണ്. ഈ ഫ്രോക്കിന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എല്ലാവരും കട്ടിങ് വേണ്ടി ശ്രദ്ധിക്കുക. തുണി എങ്ങനെ എടുക്കുന്നത് നോക്കുക. തുണിയെ ഡബിളായിട്ട് മടക്കുക. ഉള്ളും പുറമുണ്ടെങ്കിൽ നല്ല വശം ഉള്ളിലോട്ടിടുക, പുറഭാഗം ഇപ്രാവശ്യം പുറത്തോട്ടിടുക. അപ്പോൾ നമുക്ക് മാർക്കിങ് പുറത്ത് വശത്ത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പുറകു വശത്തല്ല, അങ്ങനെ ഡബിളായിട്ട് മടക്കിയിട്ട് 2 കരഭാഗം നമ്മുടെ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ നാടായി മടക്കുക. നാടായി മടക്കിയാൽ ചെസ്റ്റിന്റെ വൺ സൈഡ് നമുക്ക് മൊത്തം ചുറ്റാതെ ഈ ഭാഗത്ത് നിന്ന് കിട്ടും. വലിയവർക്കാണെങ്കിൽ ഇങ്ങനെ കിട്ടില്ല. അപ്പൊ ആദ്യം ഫ്രണ്ട് എടുത്തിട്ട് പിന്നെ ബാക്ക്. ഇപ്പൊ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ മടക്കിട്ട് അതിനെ കിട്ടും. അത് മടക്കിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുക. എന്നിട്ട് പ്രതിഭാഗം ഒന്ന് ലെവലാക്കിയിട്ട് ഒരു മാർക്കിങ് കൊടുക്കുക. നേരെ സ്ട്രെയിറ്റ് ആയി വളഞ്ഞൊന്നും പോണ്ട, നേരെ ലെവലാക്കിയിട്ട്. അപ്പൊ ഉള്ളിലെ തുണിയൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്, ഉള്ളിലേക്ക് വലിഞ്ഞു പോയിട്ടുണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒപ്പാക്കി ആക്കി കൊടുക്കുക. ചെറുതായിട്ട് കയറിയിട്ടുണ്ട്, അപ്പൊ കയറ്റിറക്കുണ്ട്. അപ്പൊ ഒന്നും കൂടി ഒരു 1/4 ഇഞ്ച് കൂടെ കയറ്റിയിട്ട് ലെവലിൽ ഒരു മാർക്ക് കൊടുക്കുക. ബോഡി പാർട്ടിന്റെ അളവ് ഞാൻ നേരത്തെ അളവെടുത്ത് കാണിച്ചിരുന്നു. ബോഡി യോക്ക് എന്ന് പറയും. യോക്ക് 10 ഇഞ്ച്. അപ്പൊ 10 1 ഇഞ്ചിന്റെ തുമ്പ് കൂട്ടിയിട്ട് 11 ഇഞ്ച് നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ തന്നെ 11 ഇഞ്ച് തമ്മിലോട്ട് മുറിക്കുക. റിഗാർഡ് നമുക്ക് വേണ്ടത് 11 ഇഞ്ച്. 11 ഇഞ്ച് 11ന്റെ വൺ സൈഡ് 5.5, 1 ഇഞ്ച് കുറച്ചിട്ട് 5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുത്തിട്ട് അതിനെ ഒന്ന് ലെവലാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. മേലഭാഗം മാർക്ക് ചെയ്യുക, റിഗാർഡ് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ലെവലായിട്ട് വരച്ചു കൊടുക്കുക. ഇനി ബോഡി വൺ സൈഡ് ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് 12.5 ഇഞ്ച്. 23 ഇഞ്ചാണ് വൺ സൈഡ്, 12.5. അപ്പോൾ 6.25 അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ബോഡി താഴെ ഷേപ്പിന്റെ അവിടെ 12 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച്, 12ന്റെ വൺ സൈഡ്. അപ്പൊ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ നമ്മൾ എടുത്ത് വെച്ചിരുന്നു 10 ഇഞ്ച്. 10 ഇഞ്ചിന്റെ വൺ സൈഡ് 5 ഇഞ്ച്, 5 ഇഞ്ച് ഷോൾഡർ. കൈ ഇല്ലാത്തത് കൊണ്ട് 5 ഇഞ്ചിന് കൊടുക്കുക. കൈ വരുന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കുറച്ച് 4 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിനെ ഒന്ന് ലെവലാക്കിയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചെസ്റ്റിന്റെ അവിടുന്ന് ഷേപ്പിന്റെ അടുത്തോട്ട് 1 ഇഞ്ച് ഷേപ്പിലാണ് നമ്മൾ എടുത്തത്. 1 ഇഞ്ച് ഷേപ്പിനെ ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. റിഗാർഡ് കൈക്കുഴി അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കഴുത്തെടുത്ത് വെച്ചിരുന്നു 3ഉം 2ഉം 2 ഇഞ്ച് 4 ഇഞ്ച് വൈഡ് മതി. അപ്പൊ 4 ഇഞ്ച് വൈഡിന്റെ വൺ സൈഡ് 2 ഇഞ്ച് 4 ഇഞ്ച് വൈഡ് വരും. ഇനി ബാക്ക് വല്ലാതെ ഇറക്കേണ്ട, ഒരു 1.5 ഇഞ്ചൊക്കെ മതി. ബാക്ക് 1.5 ഇഞ്ച് ഇറക്കി, ഫ്രണ്ട് ഒരു 3 ഇഞ്ച് ഇറക്കി കൊടുക്കുക. ഇനി ബോഡി പാർട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ബോഡി നേരെ ലെവലാക്കിയിട്ട് അതിന് കട്ട് ചെയ്തോളി. ഇതിനെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ബോഡി പാർട്ടിന് നേരെ നമ്മൾ മാർക്കിലൊക്കെ കട്ടാക്കിയിട്ട് താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കഴുത്ത് ബാക്കും ഫ്രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിനെ മാറ്റിയിട്ട് ഫ്രണ്ട് ഇറക്കിയിട്ടുണ്ടല്ലോ നമ്മൾ 3 ഇഞ്ച്. ആ ഫ്രണ്ടിനെ ഒന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ബോഡി മാർക്ക് ചെയ്ത്